അതിലെല്ലാ കാര്യം ഉണ്ടോ നിങ്ങൾക്ക് അറിയോ? നിങ്ങളൊക്കെ കമന്റും നിങ്ങളുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കണ്ട അവരിവിടെ ഇരുന്ന് ഇതെല്ലാം അനുഭവിച്ചിട്ട് പറയണവരാന്ന് നമ്മൾ വിചാരിക്കുള്ളൂ. നിന്റെ ജട്ടി വീഡിയോ കാണണ്ട അവിടെ ഇങ്ങനെ യൂട്യൂബില് ജട്ടി കാണിക്കുന്ന വീഡിയോ പൊക്കിയിട്ട്. കൾച്ചർ സൂപ്പർ കൾച്ചറാ. ഇജ്ജ് പൊളിക്ക് മുത്തേ നിന്നുണ്ട് കൂടെ. ഷാജി എന്ത് പാടാ താൻ കാണിക്കുന്നത്? അതൊക്കെ ഞാൻ കുറെ പറഞ്ഞ് ക്ഷീണിച്ച്. പക്ഷെ ഇനി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ വീഡിയോ കണ്ട് ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അടുത്ത് പറയാനുള്ളത്. 2 ലക്ഷത്തിന് മേളിൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറെ ആൾക്കാർക്ക് സമയം പോക്കിന് വേണ്ടിയിട്ട് ഈ കുടുംബ കലവൊക്കെ കണ്ട് അതിൽ അഭിപ്രായമൊക്കെ പറഞ്ഞിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവളെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ മടൽ വെട്ടി അടിക്കണം. ഉള്ള കാര്യം പറ. അങ്ങനത്തെ ഒരു സബ്സ്ക്രൈബർ, അവളുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു സാധനം വന്നിട്ട് എന്റെ കമന്റ് ബോക്സിൽ കിടന്ന് മെഴുകിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനെ പരിചയപ്പെടുത്തി തരാം. എന്തായാലും അതും പരിചയപ്പെടുത്താതെ ഞാൻ പോകുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കഴിഞ്ഞ വീഡിയോയിൽ വന്ന കമന്റാണ്. അതിന് കുറെ പേര് അവിടെ തന്നെ നിങ്ങൾക്ക് ഇട്ടുള്ളത് തന്നിട്ടുണ്ട്. എങ്കിലും എന്റെ മനസ്സമാധാനത്തിന് ഞാനും കൂടി 10 പറയണമെന്ന് തോന്നി. എന്തായാലും ഷാജിദ ഇന്നലെ കരഞ്ഞ് മെഴുകിക്കൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആര് കണ്ടു കഴിഞ്ഞാലും ഒരു നിമിഷം ഒന്ന് സ്മരിച്ചേക്കും, ഒരു ദുഃഖമൊക്കെ വരും, സ്വാഭാവികമാണ്. എന്നാൽ ആ വീഡിയോ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്യറമോ അമ്പി കണക്കിന് ക്യാരക്ടർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അമ്മമ്മയുടെ അമ്മച്ചിയുടെ ഒക്കെ ഷെഡി വീഡിയോ എടുത്ത് വിടുകയാണ് പിന്നെയുള്ള പരിപാടി. സോപ്പൊക്കെ തേച്ചിരുന്ന് കരയുന്ന വീഡിയോ കണ്ടു നോക്കാം. എന്റെ കണ്ണീരിന്, എന്റെ മക്കളിന്, എന്റെ കണ്ണീരിന് വില പറയേണ്ടി വരും. എന്റെ മക്കളിന് എന്നെ ദ്രോഹിക്കുകയാണ്. തലക്കാടിന്റെ അടിയിൽ കൊടുന്ന് വെച്ചിരിക്കുകയാണ്. മടാള് കൊടുന്ന് വെച്ചിട്ട് ഇതൊക്കെ ഞാൻ ഫോണിൽ എന്റെ ഫോണില് വീഡിയോ എടുത്തില്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ആരെങ്കിലും അറിയില്ല. എങ്ങനെ ഇതിലെന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ മകള് 10 മണിക്ക് വിളിച്ചിട്ട് മൂട്ടിയിരിക്കണം. മകൾക്ക് ഇങ്ങോട്ട് വരണം, എന്നെ മക്കളെ ഇവിടെ നാട്ടിൽ വരണം. അതിനുള്ളതാണ് എന്റെ പൊന്നു മക്കളെ ഞാൻ കൊണ്ട് എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്റെ നെഞ്ഞിട്ടടിച്ചിട്ട് എന്റെ നെഞ്ഞിന് ഒരാള് കരയുന്ന കണ്ടിട്ട് എനിക്ക് ഒരു വിഷമവും വരുന്നില്ല, ഒന്നും വരുന്നില്ല. എന്തുവാടാ ഇത് എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിക്ക്. കാണിച്ചു കൂട്ടിയ പരിപാടികളാണ്. ഇതിപ്പോ അമ്പിയായിട്ട് നിൽക്കുകയാണ്, ഈ സെറ്റപ്പിൽ അമ്പി കണക്കിന് നിൽക്കുകയാണ്. എന്നാൽ കുറച്ച് മുന്നേയും കൂടി ഒന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ അന്യനെ കാണാം നമുക്ക്. അന്യനെ കണ്ടിട്ട് വരാം. നിന്റെ ജട്ടി വീഡിയോ കാണണ്ട അവിടെ ഇങ്ങനെ യൂട്യൂബില് ജട്ടി കാണിക്കുന്ന വീഡിയോ പൊക്കിയിട്ട് എന്നെ ഓർമ്മിപ്പിക്കല. ആ വീഡിയോ ഞാൻ കണ്ടേട്ടോ. ആ അമ്മയുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനൊരു മകളുണ്ടായ ഒരു ദുരന്തം മാത്രമാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. വളരെ പരിതാപകരാവസ്ഥ. എനിക്ക് വയ്യടെ അത് ആലോചിക്കാൻ. ഏതെങ്കിലും ഒരു മകൾ ചെയ്യൂടെ? ഇത്രയും അപരാധിയായി മാറരുത് ഒരു മക്കള്. ഉള്ള കാര്യം ഞാൻ പറയാം. ഇനി ഇതിന്റെ ആഫ്റ്റർ ബാക്കി കാണാം. നോ പ്രോബ്ലം. ഷാജിന് എല്ലാവർക്കും അറിയും. തട്ടെടുത്തിട്ടാടാ, അതെടുത്തിട്ടാടാ. ഉമ്മ ചട്ടി കാണിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് മോനെ. ഇങ്ങനെ തൊള്ളട ചെയ്യണ ഇങ്ങനെ വന്നിച്ച് കാണിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് മോനെ. കച്ചറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക കച്ചറ. പിന്നെ വേറൊരു കേസ് പറയാം. ഈ 5 മക്കളുണ്ടല്ലോ, ഈ മക്കളൊരു ഗുണ്ടാ സെറ്റപ്പിൽ ഇവള് വളർത്തിയെടുക്കുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. ഇവളുടെ കൂടെ എല്ലാ കണ്ണന്തിരികൾക്കും ആ മക്കളെ പിടിച്ച് അവള് നിർത്തുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ആ മക്കളെ കൊണ്ട് ഒരു വീഡിയോ വരെ ഇവള് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. മക്കളെ ഇവളുടെ ഒരു പടയാളികളാക്കി മാറ്റിക്കൊണ്ട് ഉമ്മാക്കെതിരെ യുദ്ധം ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്ന ഒരു സെറ്റപ്പാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും മക്കളടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെയൊക്കെ അമ്മുമ്മയുടെ വീഡിയോ ആണ് എടുത്ത് നിന്റെ അമ്മ പ്രചരിപ്പിച്ചത്. അതൊന്ന് ആലോചിച്ച് നോക്ക്. നാളെ നിങ്ങളുടെ അമ്മയുടെ വീഡിയോ ആരെങ്കിലും ഇതുപോലെ എടുത്ത് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? അതൊക്കെ ചിന്തിക്ക്. അതുകൊണ്ട് കയറിയിരുന്ന അമ്മയെ ന്യായീകരിക്കും മുമ്പേ അമ്മ ചെയ്തു വെച്ചിട്ടുള്ള ഡാഡിയില്ലാത്ത പരിപാടിയെ കുറിച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് പിള്ളേരുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രായത്തിന്റെ കുഴപ്പമാണ്. അമ്മ പറയുന്നത് പോലെ കേട്ട് അത് വിശ്വസിച്ച് അതുപോലെ ചെയ്യുന്ന കുറച്ച് കുഞ്ഞു മക്കള്, അത് മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് ഒരു ചേച്ചി വന്നിട്ട് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. ഞാനൊന്ന് വായിക്കാം. താനല്ലല്ലോ അനുഭവിക്കുന്നവർക്ക് അറിയാം അവരുടെ സത്യം. അത് ഉമ്മ ആയാലും മോളായാലും താങ്കൾക്ക് നിങ്ങളുടെ കുടുംബകാര്യം നോക്കിയാൽ പോരെ? താങ്കളൊക്കെ ആ വിധവയും അവൾ വളർത്തുന്ന പിള്ളേരെയും അവസ്ഥയിലും ഇത്രയും വിഷമത്തോടെ വീഡിയോ ചെയ്യുമ്പോൾ താങ്കളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ആ 5 മക്കൾക്ക് ഇപ്പോൾ സ്കൂൾ തുറക്കാറായി. കുറെ കാര്യങ്ങൾ അവൾ തനിച്ചു നേടിക്കൊടുക്കാനുണ്ട്. അവളെ വെച്ച് റീച്ചുണ്ടാക്കി കിട്ടുന്ന വരുമാനത്തിൽ ഒരു പങ്ക് കുടുംബത്തിന് എത്തിച്ചു താങ്കൾ ചെയ്യുമ്പോൾ താങ്കൾക്കൊരു കാര്യം ചോദിക്കട്ടെ. 5 മക്കൾക്കും ഇപ്പോൾ സ്കൂൾ തുറക്കാറായി. എത്തിച്ചു എവിടെയാണ് പോയ തേങ്ങ? എവിടെ
എത്തിച്ചു കൊടുക്കാൻ താങ്കളെ കൊണ്ടാകുമോ പറ്റുമോ? ആ സ്ത്രീ അവളുടെ മക്കളെയും കൊണ്ട് എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. എന്തിനാണ് മറ്റുള്ളവരുടെ അടുക്കളയിലേക്ക് എത്തി നോക്കി അതിന്റെ പങ്ക് പറ്റി അരി വാങ്ങാൻ നോക്കുന്ന? ആരോഗ്യമുണ്ടല്ലോ തനിക്കൊക്കെ, ജോലിക്ക് പൊയ്ക്കൂടെ? നിനക്ക് ആരോഗ്യം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ജോലിക്ക് പൊയ്ക്കൂടെ? ഇവിടെ ഇരുന്ന് ഈ കൊണയടി കാണുന്ന എന്തിന് എന്റെ വീഡിയോ ഒന്ന് കാണുന്നു? ഇവിടെ എന്നിട്ട് ഉണ്ടാക്കുന്നല്ല. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലേ ചേച്ചി. ഞാൻ വളരെ വളരെ ശാന്തനായിട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ചേച്ചി അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാന്യമായിട്ട് ഒരു വീഡിയോ അല്ല ഈ ഷാജിദ വന്നിരുന്ന് ചെയ്യുന്ന മൊത്തം പച്ച അപരാധമാണ്. സ്വന്തം ഉമ്മാന്റെ ചെട്ടി ഡാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പച്ച അപരാധം എടുത്ത് പോസ്റ്റ് ചെയ്ത് എന്നിട്ട് സ്വന്തം ഉമ്മാക്കെതിരെ പച്ച അപരാധങ്ങൾ വിളിച്ചു പോകുന്നുണ്ട്. ഇതാണ് ന്യായീകരിക്കാൻ പറ്റിയ വീഡിയോ? നല്ല വീഡിയോ. ഇതുകൊണ്ട് അവള് പൈസ ഉണ്ടാക്കി ജീവിക്കുന്നുണ്ടെങ്കിൽ അവൾക്കൊരു ബിഗ് സല്യൂട്ട് ചേച്ചി കൊടുത്താൽ മതി, ഞാൻ കൊടുക്കത്തില്ല കേട്ടാ. നല്ല അപരാധം ടീംസി തന്നെയാണ്. സ്വന്തം അമ്മയെ ചെളിവാരി അടിക്കുന്ന ഏതൊരുത്തിക്കും അല്ലെങ്കിൽ ഏതൊരുത്തനും മാത്രമേ ഇവളെ വന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു കണ്ണിലേ എനിക്ക് ചേച്ചിയും കാണാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾ ആ രീതിയിൽ വന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് അതേ തോന്നുന്നുള്ളൂ. നാണമില്ലേ? നിങ്ങൾക്ക് ആരോഗ്യമില്ലേ? ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന എന്തിന്? കുറച്ച് വെളിവോടെ ബുദ്ധിയോടെ ചിന്തിക്കുക. എന്നെ കൊണ്ട് പറയിപ്പിക്കില്ലേ ചേച്ചി. ഞാൻ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പോകാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പറയുന്ന കാര്യത്തിൽ വാസ്തവമുണ്ട്. ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ അമ്മ ഇതുപോലെ ചെയ്യുമോ? ഒരുത്തി വന്ന് അവളെ അമ്മ ഇതുപോലെ ചെളികാരെ അടിച്ചപ്പോൾ ഇരുന്നങ്ങ് മെഴുകി സപ്പോർട്ട് ചെയ്യാണ്. അവളെ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ തുറക്കാൻ പോകണമെന്ന്. അവളെല്ലാം നല്ല പൈസ ഉണ്ട്, യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവളുടെ കയ്യിലും ഉണ്ട്. അത് വച്ചിട്ട് അവൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിക്കണം, സ്വന്തം ഉമ്മാനെ ചെളികാരി അടിച്ചിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്. ഒരു പക്ഷെ ഉമ്മ തെറ്റ് ചെയ്താൽ കൂടി ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കൂ. അങ്ങനെ ചെയ്താൽ പിന്നെ എന്തിനാണ് ഇത് തേങ്ങയ്ക്കാണ്? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ. നീ ഉണ്ടാക്ക പുളുത്തി ഉണ്ടാക്കട, യൂട്യൂബിൽ പുളുത്തി നീ ഉണ്ടാക്കി കാണിക്കട, പുളുത്തി. ഇതാണ് കാദറിന്റെ മകൻ മുത്തു കള്ളൂടിയൻ, കഞ്ചാവടിയൻ മുത്തു. ഞാനിട്ട വൈറലാവും, നീ ഇട്ട വൈറലാവില്ല, ഞാൻ ഇട്ട ഇവക്ക് ഈ ഒരു തന്റെ ഇടമുണ്ട്. നീ ഇട്ട വൈറലാവില്ല, ഞാൻ ഇട്ട വൈറലാവുന്നു. എങ്കിൽ ഞാനും ഒന്ന് ഇട്ട് നോക്കട്ടെ, വൈറലാവോ നോക്കാമല്ലോ. അങ്ങനെ ഒരു ചിന്താഗതി ഇവർക്കുണ്ട്. അതിന്റെ അഹങ്കാര ഉങ്കുമാണ് ഇവർ കാണിക്കുന്നത്. ഞാനിട്ട കാണാൻ 10 പേരുണ്ട് എന്നുള്ളൊരു സാധനം അവരുടെ മൈൻഡിലുണ്ട്. ആ അഹങ്കാരം അങ്ങോട്ട് മാറണം. ചാനൽ എടുത്ത് നോക്കുമ്പോൾ 2 ലക്ഷത്തിൽ പ്ലസ് സബ്ബുണ്ട്. എത്ര ബോധമില്ലാത്തതെന്തോ അവിടെ കയറി ഇരിക്കുന്നത് എനിക്കറിയാൻ പാടില്ല. ഒരു സമയത്ത് സഹതാപത്തിന്റെ പേരിൽ കയറി വന്നിട്ട് ഇപ്പൊ തന്തയില്ലാത്ത പരിപാടി കാണിച്ചുകൊണ്ട് കയറി പൊക്കോണ്ടിരിക്കുന്നു അല്ലെ? ഇതിനെ ന്യായീകരിക്കാനാണോ? കുറെ എണ്ണ അവിടെ വേറെ ഉണ്ട്. അത് വേറൊരു വാസ്തവം. ഇതിനെയൊക്കെ എങ്ങനെ ന്യായീകരിക്കാൻ തോന്നുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ ലാസ്റ്റ് ഇട്ട വീഡിയോയ്ക്ക് 1800 2800 ലൈക്കുകൾ വരെ പോയിരുന്നുണ്ട്. ഞാൻ അതാണ് ആലോചിക്കുന്നത്. എന്തുവാണ് ആൾക്കാർ ഇത്? ഇത്രയും ബോധമില്ലാത്ത ആൾക്കാർ നമ്മുടെ കേരള മണ്ണിൽ ഇനിയും ഉണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതുപോലെയൊക്കെ പറയാനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ കുടുംബാരെ കുടുംബത്തിൽ തീർക്കണം. ഇതിന്റെ ഇടയിലല്ല കൊണ്ടിടാണ്ട്. ഇതിന്റെ ഇടയിൽ കൊണ്ടിട്ട് നമ്മളെടുത്ത് വെച്ച് പറയും. അപ്പൊ പിന്നെ കൈയും കാലിട്ട് അടിച്ചിട്ട് കാര്യമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ചാച്ചിയുടെ അടുത്ത് ചാനൽ പേജ് ഞാൻ ഇവിടെ കൊടുക്കാം. കണ്ടല്ലോ 2,2 ലക്ഷം. ഇത്ര ലക്ഷം ഉണ്ടായിട്ട് കാര്യമുണ്ട്? ഗുണവാധികാരം ഇതല്ലേ കാണിക്കുന്നത്. പിന്നെ എന്തൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ല. ഊട്ടൂപ്പറാണ് നാട് മൊത്തം പറയുന്നുണ്ട്. ഞാൻ ഇട്ട വൈറലാവുന്നു. എടുത്ത് വെച്ച് ഇട്ടോണ്ടി. ഇതെന്നല്ല പണി. എന്തായാലും സ്വന്തം ഉമ്മാനെ ചെളികാരി അടിച്ചുണ്ടാക്കിയ പൈസ എത്ര ഉതവുമെന്ന് ആലോചിച്ചാൽ മതി. കുറച്ചു കാലം കഴിയുമ്പോൾ മനസ്സിലാവും. നന്നെത്ര ഇല്ല എന്നെ അങ്ങനെ അങ്ങോട്ട് വലിക്കും, മൂക്കിൽ വലിക്കും. തന്നെ ഓരോവന്മാര് എന്നെ ഒന്നും കാട്ടില്ല. ഒരു 10 വയസ്സ് തരില്ല. എന്നെ അങ്ങോട്ട് പിടിഞ്ഞിട്ടുള്ളൂ, ലക്ഷങ്ങൾ അങ്ങോട്ട് പിടിഞ്ഞിട്ടുള്ളൂ. നാറികള്. ലക്ഷങ്ങൾ അങ്ങോട്ട് പിടുങ്ങിയിട്ടുണ്ടെന്ന്. ആ ലക്ഷങ്ങൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരെ പിടിച്ച് കരിവാരി അടിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നത്. ലക്ഷങ്ങളെ പോയതെല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായി? നല്ലൊരു ക്യാരക്ടറാണ്. ഇവരെ ഇപ്പോഴും താങ്ങിക്കൊണ്ട് നടന്ന് കുറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അവർക്കൊക്കെ ഇട്ടും കൊണ്ടുള്ള അണ്ണാക്കിലുള്ള അടി അവള് തന്നെ തരുന്നുണ്ട്. കേട്ടോ? ഹലോ, അപ്പോൾ ക്രീമിന്റെ കാര്യത്തിന്, ഡ്രസ്സിന്റെ കാര്യം ഓക്കെ. ക്രീമിന്റെ കാര്യത്തിന് മാത്രം മെസ്സേജ് ഇട്ടാൽ മതി. വെറുതെ ഇങ്ങനെ കോള് വിളിക്കേണ്ട. ആരും കോള് വിളിച്ച് സംസാരിക്കാൻ പറ്റാത്തോണ്ടാണ് പറയുന്നത്. കോള് വിളിക്കണ്ട. പിന്നെ ഈ സുഖവിവരങ്ങളൊന്നും ചോദിച്ചിട്ട് ഈ വാട്സപ്പിൽ മെസ്സേജ് ഇടല്ലേ. അത് ബിസിനസ്സാണ്, ബിസിനസ് വാട്സപ്പാണ്. അതിൽ പേഴ്സണൽ അല്ല, ആ നമ്പർ പേഴ്സണൽ അല്ല. അതുകൊണ്ട് മെസ്സേജ് അങ്ങനെ ഇട്ടാൽ മതി. വേറെയുള്ള കാര്യങ്ങളും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പപ്പ ലൈവ് ഞാൻ ഇടുന്നുണ്ട്. പിന്നെ ആ കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങനെ 24 മണിക്കൂറും കോള് വന്നാൽ എങ്ങനെയാ ഈ ക്രീമും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇത് എൻക്വയറി എടുത്തിട്ട് അത് അയച്ചു വിടാം? ഒന്ന് മനസ്സിലാക്കണം. കോള് ആരും ചെയ്യണ്ട, മെസ്സേജ് ഇട്ടോളൂ. എല്ലാത്തിനും റീപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ. കേട്ടല്ലോ മേഡത്തിന്റെ ആ ഒരു ഉങ്ക് കേട്ടല്ലോ. കാത്തിരുന്നാ മതി, ഇപ്പൊ കിട്ടും. ഇവക്കൊക്കെ മെസ്സേജ് അയച്ചിട്ട് ഇവളെയൊക്കെ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടി ഇത്രയും ആൾക്കാർ കിടക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വേറെ ജോലിയില്ല ഇതിന്റെയൊക്കെ പിന്നാലെ നടക്കാൻ. എന്ത് കീരത്തിനാണ് ഇതിന്റെയൊക്കെ പിന്നാലെ നടന്ന് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെയൊക്കെ സമയം വേസ്റ്റ് ആക്കുന്നത്?
എന്തിന്? ഞാൻ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെ സമയത്തിന് ഒരു വാല്യൂ ഉണ്ട്. ഇതുപോലത്തെ തീട്ട കേസുകൾ കണ്ട് സമയം കളയാതിരിക്കും. അപ്പൊ നിങ്ങളേക്ക് നീ എന്തിനാടാ ഇതെടുത്ത് വെച്ച് ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ കണ്ടന്റ് തന്നെയാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അല്ലെ, ചിന്തിച്ചു നോക്ക്. അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി മക്കളെ കൊണ്ടിരുത്തി പുതിയൊരു വിക്ടിം കാർഡ് ഇറക്കിയിട്ടുണ്ട്, അതും കൂടി കാണാം. കുറെ റിയാക്ഷൻ വീഡിയോ ചെയ്യണവരുണ്ട് ഉമ്മാനെ കുറിച്ചിട്ട്. അവർക്ക് എന്താ ഫുള്ള് കാര്യം നടന്നതെന്ന് ഞങ്ങൾക്കും എൻ്റെ ഉമ്മാക്കും ഈ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. ആ ചെയ്ത ആൾക്കാരുള്ള കാര്യം മൊത്തം അറിയൂല. ഇപ്പൊ ഈ എൻ്റെ ഉമ്മമാന്റെ വോയിസ് ഇറങ്ങി, അതിലെല്ലാ കാര്യം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് കമന്റും നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കണ്ട അവരിവിടെ ഇരുന്ന് ഇതെല്ലാം അനുഭവിച്ചിട്ട് പറയണവരാന്ന് നമ്മൾ വിചാരിക്കുള്ളൂ. ശരിക്കും ഞങ്ങളാണ് ഇത് മൊത്തം അനുഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഉമ്മ പറയിപ്പിച്ചാണെന്ന്. ഇത് ഉമ്മയും കൂടി അറിഞ്ഞിട്ടില്ല ആ വീടെടുക്കണേ. ഉമ്മാന്റെ അക്കൗണ്ടിലാണ് ഞങ്ങൾ ഇടുന്നത് ചെയ്യുന്നത്. ഉമ്മ അറിയാണ്ട് ഉമ്മാന്റെ അക്കൗണ്ടിൽ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നു എന്നാണ് പിള്ളേർ പറയുന്നത്. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾക്കൊരു ഭാവിയുണ്ട്, നശിപ്പിക്കരുത്. അവർ പറയുന്നതും ചെയ്യുന്നതും ഭയങ്കര മിസ്റ്റേക്കാണ്. നിങ്ങളുടെ ഭാവിയെ നാളെ ബാധിക്കും നല്ല മോശമായ രീതിയിൽ. ദയവ് ചെയ്തിട്ട് ആ കോപ്രായത്തിനൊത്ത് താളം തുള്ളാൻ നിൽക്കരുത്. ജീവിതം സ്പോയിലാവും. പറഞ്ഞ് മനസ്സിലാക്കും ഉമ്മാനെ. പ്രത്യേകിച്ച് ആ മൂത്ത പയ്യന് കുറച്ചൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്ന ഒരു പ്രായമായിട്ടുണ്ട്. പറഞ്ഞ് മനസ്സിലാക്ക്. ഇങ്ങനെ പച്ച അപരാധങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കരുതെന്ന്. അതിന്റെ ഒപ്പം നീ നിന്ന് താളം തുള്ളാൻ നിൽക്കരുത്. പറഞ്ഞ് മനസ്സിലാക്കി ഉമ്മാനെ നേർവഴിയിൽ കൊണ്ടുവരാൻ നോക്ക്. അതാണ് ചെയ്യേണ്ടത്, കേട്ടോ? അല്ലാണ്ട് ഉമ്മ പറയുന്നത് പോലെ താളം തുള്ളാൻ നിൽക്കരുത്. ജീവിതം തൊലഞ്ഞ് നാറാണത്തായി പോകും മക്കളെ. ഇതില് കാര്യം പറഞ്ഞാൽ ഞങ്ങളെ ചേരൂടിലാക്ക കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട്. ആരാണ് കാണിച്ചത്? സെഫീന കണ്ടോ? ഇതോട്ടോ സെഫീന പറഞ്ഞ ആള് ഞങ്ങളെ ചേരൂടിലാക്കാൻ ഇറങ്ങിയിരിക്കുക. അവർക്ക് ഒരു ആവശ്യമില്ല ഞങ്ങൾ ചേരൂടിൽ. അവര് റിയാക്ഷൻ വീഡിയോ ഒക്കെ ആയിരിക്കും, ഞങ്ങളെ അങ്ങനെ പറയാനായിരിക്കും. പക്ഷെ ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഞങ്ങൾ പിന്നെ ഉമ്മ എന്റെ യൂട്യൂബില് ഇത്രയും പേഴ്സണൽ കാര്യങ്ങൾ എന്താ യൂട്യൂബിലാണ് കാരണം പറഞ്ഞാൽ നാളെ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്തത്. അല്ലാണ്ട് ഞങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നല്ല ഇത് ഇട്ടത്. ഞങ്ങൾക്കും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ നാളെ ഇപ്പൊ ഇമ്മപ്പോ ആ എന്റെ ഉമ്മമാന്റെ ആ വീഡിയോ ഇറക്കിയത് കാരണം അത്രയും ഞങ്ങൾക്ക് എതിരെ റിയാക്ഷൻ വീഡിയോ ആയിരുന്നു. ഇതില്ല, ഞങ്ങളുടെ ഒരു സപ്പോർട്ടും ഇല്ല. എന്റെ പൊന്നുമോനെ, വിട്ടിത്തനമാണ് നീ പറയുന്നത്. സത്യം നിന്റെ പ്രായത്തിന്റെ പ്രശ്നമാണ്. ഉമ്മ പറഞ്ഞതുപോലെയൊക്കെ നീ ചെയ്യുന്ന വിഡ്ഢിത്തനമാണ്. ഉള്ള കാര്യം പറയാലോ, ഭയങ്കര വിഡ്ഢിത്തനമാണ്. ഇങ്ങനെ താളത്തിനനുസരിച്ച് തുള്ളാൻ നിൽക്കരുത്. ജീവിതമാണ്. നീയൊക്കെ ഒന്നും ആയിട്ടില്ല, കൊച്ചു പിള്ളേരാണ്. തൊലച്ച് കളയരുത്. നാളെ സ്കൂളിലും കോളേജിലൊക്കെ പോയി പഠിക്കേണ്ട പിള്ളേരാണ്. പ്രത്യേകിച്ച് നിന്റെ കൂടെ ഉള്ള കൂട്ടുകാർ തന്നെ ഈ വീഡിയോ ഒക്കെ കണ്ടു കാണും. അത് തന്നെ ഒരു അപമാനമായിട്ട് നാളെ നിനക്ക് മാറും. നിന്റെ കൂടെ ഇരിക്കുന്ന നിന്റെ കൂട്ടുകാർ തന്നെ നിന്നെ കളിയാക്കുന്ന ഒരു അവസ്ഥയിലോട്ട് പോകും. അതുണ്ടാവാതെ ഇരിക്കട്ടെ. ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ പരിപാടി കാണിക്കരുത്. അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ഭാവി തന്നെ നശിക്കും. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. പുതിയൊരു വീഡിയോ ഇടണം. ബൈ.